ഹായ് ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഈ ബൗൾ ലോട്ടസ് കണ്ടില്ലേ, ഇത് അഫക്ഷൻ 16 ആണ്. ഇതിനേക്കാളും ചെറിയൊരു പാത്രത്തിൽ ലാർജ് വെറൈറ്റി, നല്ല ഹൈറ്റിൽ പോയിട്ട് പോകുന്നുണ്ടാകുന്ന ലാർജ് വെറൈറ്റിയുടെ മുട്ട ഉണ്ടാകുമോ എന്നൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കണേ, വലിയ ലാർജ് വെറൈറ്റിയുടെ ഒന്നും നമ്മൾ ചെറിയ ഇതിനകത്തൊന്നും വെക്കരുത്. അതിന് കൂടുതൽ നമ്മൾ സ്ഥലം കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് അത് വളരുന്നതും പൂക്കളുണ്ടാകുന്നതും ഒക്കെ. ഇവിടെ മിക്കവാറും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരോ പൂക്കളും ഓരോ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫയലെല്ലാം ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തത് കാണിച്ചു തരാം. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അമോർജിയുടെ റണ്ണറാണ് നട്ട് വെച്ചിരിക്കുന്നത്. അമോർജിയുടെ 2 സ്റ്റാൻഡിംഗ് ലീഫാണ് ഇതിലുള്ളത്. പിന്നെ അത് ഈ കാണുന്നത് കാവേരിയുടെ ട്യൂബറാണ്. അത് സെയിലിനായിട്ട് ഞാൻ ഇട്ടതിൻ്റെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി, പിന്നീട് മതി എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിരുന്നതാണ്. ഇതിൽ ഞാൻ അൾട്രാൻ്റെ ഒരു ചെറിയ ഇതേപോലുള്ളൊരു പാത്രത്തിൽ അൾട്രാൻ ജിജാൻറ്റി എന്ന ആമ്പലിൻ്റെ ഒരു പോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കാവേരിയുടെ റണ്ണർ ഇറങ്ങി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാവേരിയുടെ റണ്ണർ ഇറങ്ങിയിട്ട് അതിൻ്റെ 2 സ്റ്റാൻഡ് ലീഫാണ് ആ ചെറിയ പാത്രത്തിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇത്ര അനക്കം തട്ടിയത് കൊണ്ട് ഇനി ആ മുട്ട് വിരിയാതെ എങ്ങാനും പോകുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് അൾട്രാൻ്റെ, കണ്ടില്ലേ, അൾട്രാൻ ജിജാൻറ്റിയുടെ നട്ട് വെച്ചിരുന്നൊരു പാത്രമാണ് ഈ കാണിച്ചത്. കണ്ടില്ലേ, ഈ ഒരു പാത്രം നമ്മളെന്തായാലും ആ പാത്രം ഇറക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ അടുത്താണല്ലോ മണ്ണ്. അതുകൊണ്ട് അതിൻ്റെ ആ റണ്ണർ അങ്ങോട്ട് കണ്ടില്ലേ, ആ റണ്ണർ നേരെ വന്നിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റാൻഡിലേക്ക്, രണ്ടാമത്തെ സ്റ്റാൻഡിലേക്ക് കാവേരിയുടെ മുട്ട അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് നമ്മളിത് നനയ്ക്കതുകൊണ്ട് പൂ വിരിയോ എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. എന്തായാലും ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇതിന് അതിൽ വളരാനുള്ള സ്ഥലം ഒട്ടും തന്നെ ഇല്ല. കണ്ടില്ല, ചെറിയൊരു പാത്രത്തിലാണെങ്കിലും നല്ല ഹൈറ്റിൽ പോയിട്ടൊക്കെയും മുട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന 2 സ്റ്റാൻഡിലേക്ക് അമോർജിയുടെയാണ്. പിന്നെ ഞാൻ 2 ഈ സീഡ് വന്നതാണ്, പക്ഷേ അതും ചീത്തയായി പോയി കേട്ടോ. ഞാൻ ഈ കുറേ ദിവസമായിട്ട് വയ്യാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ തന്നെ പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം അസുഖമൊക്കെ മാറി സുഖപ്പെട്ടിങ്ങനെ